ഞങ്ങളിപ്പോൾ മൂന്നാറിലെ ടൈഗർ കേവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുണ കേവ് നമുക്കറിയാം കൊടൈക്കനാൽ, അതുപോലത്തെ ഒരു സ്ഥലമാണ് ടൈഗർ കേവ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിലേക്ക് എൻട്രൻസ് ആണ്. ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റിന് 60 രൂപയാണ്. പക്ഷേ ഞങ്ങൾ 10 ആളുകൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് പ്രവേശിച്ച് അതുപോലത്തെ കാഴ്ചകളാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഈ ചെറിയൊരു പാലുണ്ട്. ഈ പാലം വഴി ഇങ്ങനെ നടന്നു വരണം. 5 ആളുകൾക്ക് ഇതിലൂടെ വരാൻ പറ്റുള്ളൂ. ഞങ്ങൾ 10 ആളുകൾ, 5 ആളുകൾ ആദ്യം വന്ന് ഇപ്പുറത്ത് എത്തിയതിന് ശേഷമാണ് അടുത്ത 5 ആളുകൾക്ക് ചാൻസ് ഉള്ളത്. ഞങ്ങളിങ്ങനെ ആ പാലം കയറിയിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇത് മുളല്ലേ? ഈ മുളകൾക്കിടയിലൂടെയുള്ള ഒരു സുന്ദരമായ വൈബ് യാത്ര അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 300 മീറ്ററാണ് ആ പാലം കഴിഞ്ഞ് ടൈഗർ കേവിലേക്കുള്ളത്. ഈ ഒരു പ്രദേശത്ത് പ്രത്യേകം തരുമോ? ഏത് സമയം ഭയങ്കര തണുപ്പായിരിക്കും. കാരണം എന്താ, ഇവിടെ ഫുള്ള് കാടാ. നിങ്ങളിപ്പോ ഒരു നല്ലൊരു സ്ഥലം കാണിച്ചു തന്നു, തണുപ്പൊക്കെ ഉണ്ടായിട്ട്. പക്ഷെ കുറച്ചും കൂടെ ഇവിടെ വന്നപ്പോ അതിനേക്കാൾ സുന്ദരമായ സ്ഥലം. അപ്പൊ സംഗതി 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല കേട്ടോ. ഈ ടൈഗർ കേവിലേക്ക് വരുമ്പോ നിങ്ങൾ ടൈഗർ കേവിന്റെ ഇതാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഇവിടുത്തെ ആ എക്സ്പീരിയൻസോ ഞങ്ങളിപ്പോ നേരത്തെ കണ്ടല്ലോ, അതല്ലേ യഥാർത്ഥത്തില് ടൈഗർ കേവ്. അതൊരു വഴിയാണ് ഇങ്ങോട്ട് വരാനുള്ളത്. അപ്പൊ അതിക്കൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇവിടെ സെക്യൂരിറ്റിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബാരിക്കേഡൊക്കെ ഉണ്ട്, മരം കൊണ്ടുള്ള. ഇതിന്റെ ഉള്ളിലാണ് ടൈഗർ കേവ് ഉള്ളത്. നമുക്ക് പോയി നോക്കാം. നേരത്തെ കണ്ടല്ലോ, അത് വരേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇവിടെ ഹോസ്റ്റലുണ്ടാവും. അടിയുണ്ടോ? ഇട്ടോ ടൈഗർ കേവിന്റെ ഉള്ളിലുള്ളത് അതിസുന്ദരമായൊരു ഗുഹയുണ്ട്. ഞങ്ങൾ വന്നപ്പോ ഒരുപാട് ചെറിയ ഗുഹകൾ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വലിയ ഈ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഇതാണ് ഒരു ടൈഗർ കേവ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20 വർഷങ്ങൾ മുമ്പൊക്കെ ഇവിടെ കാട് പ്രദേശമാണ്. കുറച്ച് അരുവിണ്ട്. ഇവിടൊക്കെ കടുവകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. ഇപ്പോ ജനങ്ങള് ഇവിടേക്ക് താമസം മാറ്റിയ കാരണമൊക്കെ അതുപോലെ ജനവാസ കേന്ദ്രമായതിനാൽ കടുവകളൊക്കെ ഒഴിഞ്ഞുപോയി. അതുപോലെ പ്രളയം സംഭവിച്ചപ്പോൾ വെള്ളമൊക്കെ ഈ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിരുന്നത് ഇപ്പോൾ അടിച്ച് വൃത്തിയാക്കി ടൂറിസമാക്കി മാറ്റിയിരിക്കുകയാണ്. ഏതാണെങ്കിലും നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഏകദേശം ഒരൊറ്റ പാറ. അത് വലിയൊരു പാറയാണ്. ഇപ്പുറത്ത് വേറെ വലിയൊരു പാറ. മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ വരുമ്പോ നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. മുളക്കാടുകൾ, അതിന്റെ ഇടയിലൂടെയാണ് നമ്മൾ വന്നത്. ഒരുപാട് വേരുകളൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മള് ടൈഗർ കേവിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെക്യൂരിറ്റിക്കാരൊക്കെ നമ്മൾ നല്ലപോലെ സഹകരിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ സുന്ദരമായ സ്ഥലം പല ആളുകളിലേക്കും എത്തിയിട്ടില്ല. ഗുണ കേവൊക്കെ നമുക്ക് അറിയാമെങ്കിലും ടൈഗർ കേവിനെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പൊ ഇതൊക്കെ മാക്സിമം കാണാൻ ഷെയർ ചെയ്യുക. ആളുകളൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യട്ടെ, വരട്ടെ. മൂന്നാറിൽ തേയില മാത്രമല്ല, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.